കൊണ്ട് വഅദ കേൾക്കാൻ വന്നവരോട് പറയുകയാ, കണ്ണിന് നോമ്പ് വേണം ബാപ്പാ, കണ്ണിന് നോമ്പ് വേണം പെങ്ങള്, നാവിന് നോമ്പുണ്ട് മോള്, ചെവിക്ക് നോമ്പുണ്ട് മോള്, കൈക്ക് നോമ്പുണ്ട് മോള്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ടാകണം. അങ്ങനെ നോമ്പ് പിടിച്ചാലാണ് അള്ളാഹു നിനക്ക് പ്രതിഫലം തരുന്നത്. അല്ലാതെ നോമ്പ് പിടിച്ചുകൊണ്ട് ഹറാമ് കണ്ട പടച്ചവനെ, നോമ്പ് പിടിച്ചുകൊണ്ട് സിനിമ കാണുന്നവരുണ്ടല്ലോ, സീരിയൽ കാണുന്നവരുണ്ടല്ലോ, ഫേസ്ബുക്കിൽ കയറി ആവശ്യമില്ലാത്തത് കാണുന്നവരുണ്ടല്ലോ, ഹറാമ് കേൾക്കുന്നവരുണ്ടല്ലോ, ഹറാമ് പറയുന്നവരുണ്ടല്ലോ, യേശനി പറയുന്നവർ, പരദൂഷണം പറയുന്നവർ, പരിശുദ്ധമായ റമളാനായിട്ട് പോലും ഒരു മാറ്റവുമില്ലാത്തവർ നമ്മളുടെ ഇടയിലുണ്ടല്ലോ. പെങ്ങളെ സൂക്ഷിക്കണേ മോള്, ഇത് വെറുതെയാ മോള്. അല്ലാഹു ഈ നോമ്പ് നിന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുന്ന ഒരു ദിനം വന്നാൽ, പെങ്ങളെ കഷ്ടപ്പെട്ട് നോമ്പ് പിടിച്ചിട്ട് ആ നോമ്പിന്റെ പ്രതിഫലം മറ്റൊരാൾക്ക് കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ, മറ്റൊരാൾക്ക് കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ, ഈ പട്ടിണി ഇരുന്നത് കൊണ്ട് എന്തു പ്രയോജനമാ? അതുകൊണ്ട് വെറും വായിക്കും വയറിനും മാത്രം നോമ്പായാ പോരാ, കണ്ണുകൊണ്ട് നിന്റെ കണ്ണിന് നോമ്പാകണം, നിന്റെ ചെവിക്ക് നോമ്പാകണം, നിന്റെ നാവിന് നോമ്പാകണം. അതുകൊണ്ടാണ് നിബിധങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും നിന്റെ അടുക്കൽ വന്ന് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാ നീ പറയണം ഞാൻ നോമ്പുകാരനാണെന്ന്. അനസായിമുന്ന നോമ്പുകാരനാ, ഞാൻ നോമ്പുകാരനാ എന്ന് നീ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അസ്സലാമു അലൈക്കും. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. സിറാജ് ഖാസിം വാളും നല്ല നല്ല വാളാണ്. എല്ലാവരും നോക്കണം, നല്ല ബിസിൻ വാള്. പിന്നെ ഷെയർ ആക്കണം, ലൈക്ക് കൊണ്ട് ഒത്തണം, പിന്നെ ബെല്ലൈക്കൺ ഒത്തണം, പിന്നെ എല്ലാവരും വലിയ വലിയ വീഡിയോസ് എല്ലാം നോക്കണം പ്ലീസ്. നിങ്ങളുടെ സപ്പോർട്ട് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങൾ എല്ലാവരും ഷെയർ ആക്കണം, മാക്സിമം ഷെയർ ആക്കണം, മാക്സിമം. പിന്നെ എൻ്റെ ടൈമെല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ് മെയിനായിട്ട്. പിന്നെ എല്ലാം കോപ്പറേറ്റ് എല്ലാം മെയിൻ. പ്ലീസ് സപ്പോർട്ട് വേണം മെയിനായിട്ട്. ഓക്കെ.